നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, എന്നെ പണ്ട് മുതൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, എനിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്. ഈ ഗെയിമിംഗ് ചാനലിൽ കഴിഞ്ഞ 5 മാസമായിട്ട് ഞാൻ ഒരു സ്ട്രീമോ വീഡിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഡെയിലി സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നെന്നറിയാമോ? നല്ല വെബ് ക്യാം ക്വാളിറ്റി ഇല്ല. അതായത് എൻ്റെ ഫേസ് സ്ട്രീമിൽ കാണിക്കണമല്ലോ, അതിനായിട്ട് ക്വാളിറ്റി തീരെ ഇല്ലായിരുന്നു. കാര്യം എൻ്റെ കയ്യിൽ ഒരു ബഡ്ജറ്റിലുള്ള ഒരു വെബ് ക്യാം ആയിരുന്നു ഇരുന്നത്. അതുമാത്രമല്ല, നല്ല ക്വാളിറ്റി ഉള്ളതും ഒരുപാട് സ്പേസ് ഒന്നും എടുക്കാത്തതും ഒരുപാട് മെസ്സാവാത്ത, ഇപ്പോൾ ഒരു DSLR വേണമെങ്കിൽ വാങ്ങിച്ച് എനിക്ക് സ്ട്രീമിങ്ങിനായിട്ട് വെക്കാം. പക്ഷേ എന്ത് മെസ്സാണ്. എനിക്കെല്ലാം മിനിമലായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഒരു വലിയൊരു ക്യാമറ മോണിറ്ററിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ല ക്വാളിറ്റി തരുന്ന എന്നാൽ മിനിമലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തിരഞ്ഞ് ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് BenQൻ്റെ Ideacam S1 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് ക്യാം. ഇത് വെറും ഒരു വെബ് ക്യാം അല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ് ക്യാമിന് 19,000 രൂപയാണ് പ്രൈസ്. ഈ 19,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഓരോ ആസ്പെക്റ്റിലും ഭയങ്കര വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് S1 Pro. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും എന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഉപയോഗിക്കുന്ന സെൻസർ. 8 മെഗാ പിക്സലിൻ്റെ സോണിയുടെ CMOS സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊരു പെട്ടിക്കകത്ത് കിട്ടുമ്പോൾ, പെട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ BenQൻ്റെ Ideacam S1 Proയുടെ പെട്ടി. നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ BenQൻ്റെ വെബ് ക്യാം വരുന്നുണ്ട്, വെബ് ക്യാമിൻ്റെ ഒരു ഹോൾഡർ വരുന്നുണ്ട്, അതായത് മോണിറ്റർ മേളിൽ വെക്കാനായിട്ടുള്ള ഒരു ഹോൾഡർ. അതിനുശേഷം നമുക്കൊരു റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വയർലെസ് റിമോട്ട് കൺട്രോൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു വെബ് ക്യാമിൽ എനിക്ക് സൂം ചെയ്യാനായിട്ട് ഈ ഒരു റിമോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു വളയം ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സൂം ചെയ്യും, ഫോക്കസ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു നടുക്കുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഫോക്കസ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഫ്രെയിം വേണമെങ്കിൽ എനിക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, അവിടെ ഞാൻ അനങ്ങുന്നുണ്ടോ? അവിടെ അനങ്ങുന്നില്ല. ആൻഡ് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നിങ്ങനെ സകലമാന ഫീച്ചേഴ്സും ഉള്ള ഒരു മിനിമലായിട്ടുള്ള സാധനം നിങ്ങളുടെ വർക്ക് ബെഞ്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ശല്യവും ചെയ്യാതെ അവിടെ ഇരുന്നോളും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ കൈ എത്തി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ 15x മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാണോ മൈക്രോസ്കോപ്പ് എന്ന്? കാണിച്ചു തരാം. അതിലേക്ക് വരുന്നതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടണ്ടേ. നമുക്ക് ഈ ഒരു ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെബ് ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3264x2448 എന്ന് പറഞ്ഞിട്ടുള്ള റെസൊല്യൂഷനിലാണ്. ഇത് ആക്ച്വലി നമ്മുടെ 4K UHDനേക്കാളും കുറച്ചുകൂടി കയറി നിൽക്കുന്നു. എന്നാൽ പ്രോപ്പറായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള 4K UHD റെസൊല്യൂഷൻ അല്ല, കുറച്ചുകൂടി മേളിലേക്ക് നിൽക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ക്വാളിറ്റി നിങ്ങൾക്ക് തരും, നല്ല ഡീറ്റെയിലിംഗ് തരും, നല്ല കളർ തരും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ മീറ്റിങ്ങുകൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ, പൊതുവേ നമ്മൾ പല മീറ്റിങ്ങിലും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വെബ് ക്യാം ആയിരിക്കും ഏറ്റവും കൂറ. അതായത് അവരുടെ ഫേസിലൂടെ നമുക്ക് നോക്കാൻ തന്നെ തോന്നില്ല, അത്രയ്ക്ക് വൃത്തിയുടെ ക്വാളിറ്റി ആയിരിക്കും. ഇനി അങ്ങനെയൊന്നുമല്ല, ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മീറ്റിങ്ങുകൾ ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഞാൻ പല മീറ്റിങ്സും ഈ ഒരു ഐഡിയ ക്യാം വെച്ചിട്ട് ചെയ്ത സമയത്ത് എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് നല്ല വെബ് ക്യാം ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പറയുന്നത് പോലെ വീഡിയോ ക്വാളിറ്റി മാത്രമല്ല, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു നോയ്സ് റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയും പെർഫെക്റ്റ് ആയിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് മൈക്കൊന്നും ഇല്ലെങ്കിൽ. നല്ല നോയ്സ് ഉള്ള ഒരു കണ്ടീഷനിലാണ് ഞാനുള്ളത്. ഞാനിപ്പോൾ BenQൻ്റെ നമ്മുടെ Ideacam S1 Proയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന്. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിന്റെ നോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ അടുത്തായിരിക്കും നിങ്ങളുടെ വെബ് ക്യാം വെച്ചിരിക്കുക. അപ്പോൾ വെബ് ക്യാമിന്റെ അകത്ത് കമ്പ്യൂട്ടറിന്റെ നോയ്സ് എന്തായാലും വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ AC ഇട്ടിട്ടുണ്ട്. AC അതും ഹൈയസ്റ്റ് സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. പുറത്ത് നല്ല നോയ്സ് നടക്കുന്നത്, അപ്പുറത്ത് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് പല റെസൊല്യൂഷനിൽ ഈ ക്യാം ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1080p ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1080p യൂസ് ചെയ്യാം. നിങ്ങൾ മാക്സിമം റെസൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലായിട്ട് 2 ബ്ലാക്ക് ബാർസ് വരും. നിങ്ങളിപ്പോൾ 1080p ഇട്ടാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ അതേപോലെയൊക്കെ വരുള്ളൂ. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ക്യാമറയുടെ ക്വാളിറ്റിയെ പറ്റിയും അതിൻ്റെ ഒരു റെഫറൻസ് ഒക്കെ കാണിക്കുന്നതിന് മുന്നേ ഈ ഒരു ക്യാമറയ്ക്ക് 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 3 മെയിൻ ആയിട്ടുള്ള പ്രൈമറി മോഡുകളാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത്. എന്തൊക്കെയാണെന്നറിയാവോ? ഒന്നാമത്തത് ഫേസ് ടു ഫേസ്, നിങ്ങൾക്കിപ്പോൾ അത് ആ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തത്, നിങ്ങളുടെ ഡെസ്കിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ട് അത് ഷോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്യാമറേനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. നോക്കിക്കേ, നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ
ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനകത്ത് സൂം ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തോളും. ഇതെല്ലാം പോട്ടെ, ഈ ഒരു ക്യാമിനെ നമുക്കിതാ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ എടുത്ത് ഹാൻഡ് ഹെൽഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ തന്നെ കാണിക്കാം. ഇവിടെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് വരുന്നത്. ജസ്റ്റ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു ഗ്ലാസ് എടുക്കുക, ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വയ്ക്കുക, ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ മാഗ്നറ്റായിട്ട് അറ്റാച്ച് ചെയ്തോളും. ഈ ഡിസ്പ്ലേ നോക്കിയോ, സി എന്ത് കിടിലോ നോക്കിയേ. ഇനി എൻ്റെ വിരൽ കാണിച്ചു തരാം, നോക്കൂ ഗൈസ്, എൻ്റെ വിരലിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിന് ലൈറ്റ് കുറവാണല്ലോ, അവിടെയും BenQ നമ്മളെ തളർത്തിക്കളയില്ല. ഈ ഒരു ക്യാമിൻ്റെ മേളിലായിട്ട് 2 ബട്ടൺ ഉണ്ട്. ഒന്ന് ഫ്രീസ് ബട്ടൺ, അതായത് നിങ്ങൾക്ക് ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ഈ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കപ്പോൾ നിങ്ങളുടെ ഈ സറൗണ്ടിങ്സും നിങ്ങളുടെ അലമ്പ് പരിപാടികളൊന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ആംഗിൾ പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലുള്ള ബട്ടൺ അമർത്തി കഴിയുമ്പോൾ വീണ്ടും അൺഫ്രീസ് ആവും. എന്നിട്ട് തൊട്ട് പുറകിലുള്ളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലാഷ് ഉണ്ട്. ഒരു 6 LEDs ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് എത്ര ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് നമ്മുടെ വിരലൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇപ്പോൾ മൗസ് പാഡൊക്കെ കണ്ടോ, എൻ്റെ മൗസ് പാഡിൻ്റെ അകത്തുള്ള പോസാണ് ഇതായി കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും. ഇതൊരു ഡിസ്പ്ലേ ആണ്, ഇതിൻ്റെ അകത്തുള്ള പിക്സൽസ് കാണുന്നു, സി ഇതാണ് പിക്സൽസ്. ഓരോ പിക്സൽസും ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ കാണാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഫ്ലാഷ് ആയിട്ട് ഉപയോഗിക്കാം. 2-in-1 ആണ് ആൻഡ് ഈസി ടു അറ്റാച്ച്. ജസ്റ്റ് ആ ഒരു ഹോൾഡറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചാൽ മതി, പെർഫെക്റ്റ്. ഇനി വീഡിയോ ക്വാളിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ വേറെ ലെവലെന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ച സാധനം. കാര്യം ഞാൻ ഇപ്പോൾ ഒരു ലിങ്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രെയിം കാണാൻ പറ്റും. അമൽ ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വ്ളോഗ് ചാനലിൽ ഞാൻ വീഡിയോ ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ സ്ട്രീമിങ് മൊത്തം ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ്. ക്വാളിറ്റി വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊന്നും എടുക്കാതെ ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതേ ക്വാളിറ്റി ഉള്ള ഒരു വെബ് ക്യാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏക ഓപ്ഷൻ ഒരു DSLR ആണ്. ഒരു DSLRന് 50,000 രൂപ 60,000 രൂപ മിനിമം ആവും. അതുമാത്രമല്ല, ആ DSLR നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ ലൈവായിട്ട് ഡിലേ ഒന്നും ഇല്ലാതെ ഔട്ട് എടുക്കാനായിട്ട് ക്യാപ്ചർ കാർഡിൻ്റെ ആവശ്യമുണ്ട്. അതിനൊരു 20,000 ഒരു 15,000 റുപ്പീസ് ആവും. അത്രയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് BenQൻ്റെ Ideacam S1 Pro വാങ്ങുക, ഫിക്സ് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് റെക്കോർഡിങ് ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാണാൻ പറ്റും എന്തുമാത്രം ക്വാളിറ്റിയാണ് ഈ ഒരു വെബ് ക്യാം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കള്ളം പറയുന്നതല്ല. എനിക്ക് സ്ട്രീം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗെയിം സ്ട്രീം ചെയ്യാനായിട്ട് എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഈ ഒരു ക്യാം കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പുതിയ ഒരു മൈക്ക് ഓർഡർ ചെയ്തു, പുതിയൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഓൺലി ബിക്കോസ് എനിക്ക് പെർഫെക്റ്റ് സൊല്യൂഷൻ ഈ ഒരു BenQ കൊണ്ട് തന്നു. ഈ ഒരു ക്യാമറയുടെ ഏറ്റവും ഡൗൺ സൈഡ് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിൻ്റെ അകത്ത് സ്മാർട്ട് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഈ സാധനം ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫേസ് ആയിരിക്കില്ല ഫോക്കസ്, ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഫോക്കസ്. അപ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്ത് ആ ഓട്ടോ ഫോക്കസ് ആക്ടിവേറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം കുറച്ച് പാടാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓട്ടോ ഫോക്കസിങ്ങിന് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന് അറിയാമോ, ലൈറ്റ് ഒക്കെ കുറവുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു ഫോക്കസ് ബ്രീത്തിങ് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയത്തക്ക ഒരു ഡൗൺ സൈഡ്. പിന്നീട് ഇതിൻ്റെ അകത്ത് ഒരു വെബ് ക്യാം കവറും കൂടി വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വെബ് ക്യാം കവർ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. BenQൻ്റെ തന്നെ ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടി ക്യാമറയുടെ കൺട്രോൾസ് കിട്ടും. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു റിമോട്ട് കൺട്രോൾ ഇല്ലേ, ഇത് ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ എഡ്ജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റ്, ടീംസ് ഇതിലെല്ലാം പ്രോപ്പറായിട്ട് ഈ ഒരു റിമോട്ട് വർക്ക് ആവും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ബേസിക്കലി ഞാൻ അങ്ങനെ ചെയ്തൊരു സാധനമല്ല. ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഒരു റെവല്യൂഷണറി പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാതെ ചെയ്തത്. ഒരു തരത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. ദ ഓൺലി മേജർ ഇഷ്യൂ ഐ ഫെൽറ്റ് ആ ഒരു ഓട്ടോ ഫോക്കസിങ് ഇഷ്യൂ മാത്രമാണ്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ആ ഒരു ഓട്ടോ ഫോക്കസിങ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മുത്താണ് ഗൈസ്, മുത്താണ്, ഒരു പ്രശ്നമില്ല, പെർഫെക്റ്റ്. അപ്പോൾ അമൽ ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി ക്വാളിറ്റിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ ഒരു സാമ്പിളും കൂടി ഡ്രൈവിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.